ഓം ശാന്തി. ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ ചില ആളുകളെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് നമ്മുടെ മനസ്സിൻ്റെ മനോഭാവങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചേക്കും. ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അഥവാ ആധാരമാകാൻ പോലും നമ്മളെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ. അങ്ങനൊരു മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു വിദേശത്തൊരു സ്കൂളിൽ, നമ്മുടെ ഭാരതത്തിലല്ല വിദേശത്തൊരു സ്കൂളിൽ ഒരു ടീച്ചർ, ആ കുട്ടിയുടെ പേര് ടെഡ്ഡി സ്റ്റൊഡാർഡ് എന്നതായിട്ടുള്ളൊരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. 5ാം ക്ലാസ്സുകാരുടെ സ്കൂളിലേക്ക് സ്കൂളിൻ്റെ ആദ്യ ദിവസം കയറി വന്നതായിരിക്കുന്ന അവൻ്റെ ടീച്ചർ എല്ലാ കുട്ടികളോടായിട്ട് പറയും, കുട്ടികളെ നിങ്ങളെല്ലാവരും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ മക്കളെ പോലെയാണെന്ന് പറയും. പക്ഷേ കാര്യം എല്ലാ ടീച്ചർമാരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുമെങ്കിൽ പോലും പലപ്പോഴും കുട്ടികളുടെ പെരുമാറ്റത്തിനുള്ള ആ നല്ല സ്വഭാവവും മോശ സ്വഭാവമൊക്കെ അനുസരിച്ച് സ്നേഹത്തിൽ എന്തായാലും കുറച്ചൊക്കെ വിട്ടുവീഴ്ച വരുമല്ലോ. സ്വന്തം മക്കളോട് പോലും നല്ല സ്വഭാവമുള്ള കുട്ടിയും വികൃതിയായിട്ടുള്ള കുട്ടിയാകുമ്പോൾ മനസ്സിന് ഹൃദയത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൽ എന്തായാലും കുറച്ച് വ്യത്യാസം വരുമല്ലോ. അതുപോലെ തന്നെ ആ ടീച്ചർക്ക് ആ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ടെഡ്ഡി സ്റ്റൊഡാർഡ്. നേരത്തെ പറഞ്ഞതായിട്ടുള്ള കുട്ടി ആ ടീച്ചറുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. കാണുമ്പോൾ എല്ലാ കുട്ടികളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചൊക്കെ അഴുക്ക് പിടിച്ചതായിരിക്കുന്ന യൂണിഫോമാണ് അവൻ എപ്പോഴും ഉണ്ടായിരിക്കുക. പഠനത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. അധികവും അവൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാം റെഡായിട്ട് അതിനെ ക്രോസ് ചെയ്യാനും അവന് മാർക്കില്ലാത്തതിൻ്റെ പേരിൽ വലിയ ഫെയിൽ എന്ന് എഴുതി വെക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ടീച്ചർക്ക് വരാറ്. ടീച്ചർ വിചാരിച്ചു പഠനത്തിലോ അല്ലെങ്കിൽ സ്കൂൾ ലൈഫിലോ ഒട്ടും താല്പര്യമില്ലാത്തൊരു കുട്ടി എന്നാണ് ആ കുട്ടിയെക്കുറിച്ച് ടീച്ചർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ടീച്ചേഴ്സിനൊക്കെ തന്നെ സ്കൂളിലെ ഹാഫ് ഇയർലിക്ക് മുന്നേ ഒരു പുതിയ ടീച്ചർ വരികയാണെങ്കിൽ ആ കുട്ടിയുടെ 1ാം ക്ലാസ് തൊട്ടുള്ളതായിട്ടുള്ള എല്ലാ റിമാർക്സും വായിക്കണമെന്ന് ആ സ്കൂളിലെ നിയമമായിരുന്നു. അങ്ങനെ എല്ലാ കുട്ടികളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഈ കുട്ടിയെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അവസാനത്തേക്ക് വെച്ചു. കാരണം അവൻ്റെ സംസ്കാരം അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ ഏറ്റവും അവസാനത്തിൽ അവൻ്റെ അടുത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ്സ് അഥവാ നമ്മൾ പറയുന്ന രജിസ്റ്റർ, കോണ്ടക്ട് സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ കാണിക്കുന്ന രജിസ്റ്റർ ആ കുട്ടിയുടെ അടുത്ത് നോക്കിയപ്പോൾ ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി. അവൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എഴുതിയിരിക്കുകയാണ്, ഇവനൊരു ബ്രില്യൻ്റ് ആയിരിക്കുന്ന കുട്ടിയാണ്, എല്ലാവരോടും ഏറ്റവും നന്നായി പെരുമാറുന്ന, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട, ക്ലാസ്സിലെ ഏറ്റവും ഒന്നാമനായിരിക്കുന്ന കുട്ടി. ടീച്ചർ ആകെ വണ്ടറായിപ്പോയി, ഇതെന്ത് പറ്റി? 2ാമത്തെ ക്ലാസ്സിൽ എടുത്ത് നോക്കിയപ്പോൾ ആ ടീച്ചർ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റഡി പഴയതുപോലെയല്ല, അവൻ പഠിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ അമ്മയുടെ അസുഖം അവനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു, അവൻ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവന് പതറിപ്പോകാറുണ്ട് എന്ന് 2ാമത്തെ ക്ലാസ്സിൽ. 3ാമത്തെ ക്ലാസ്സിലായപ്പോൾ എഴുതിയിരിക്കുന്നു, ടെഡ്ഡിക്ക് പഠനത്തിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നേയില്ല, അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ മോശമാണ്, അവൻ്റെ അമ്മയുടെ മരണം അവനെ പൂർണ്ണമായിട്ട് തളർത്തിയിരിക്കുകയാണ്, ആരും അവനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് വന്നില്ല എങ്കിൽ ഒരു പക്ഷേ അവൻ മോശം കുട്ടിയായി പോയേക്കാം എന്നെനിക്ക് തോന്നുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ എഴുതിയിരിക്കുകയാണ്, ടെഡ്ഡി പഠിക്കാൻ മടിയനായ, ആരോടും കൂട്ടുകൂടാത്തൊരു കുട്ടിയാണ്. 5ാം ക്ലാസ്സിലെ ടീച്ചർ കണ്ടത് ആ കുട്ടീനെയായിരുന്നു. ഇത് വായിച്ചപ്പോൾ ആ ടീച്ചർക്ക് എവിടെയോ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നിപ്പോയി. ഈ കുട്ടിയെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമമായി. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചർ സാധാരണയേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ആ കുട്ടിയോട് പെരുമാറുകയും ഇടപഴകുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആ മാസത്തെ ക്രിസ്മസിന്, ആ വർഷത്തിലെ ക്രിസ്മസ് സെലിബ്രേഷനിൽ എല്ലാ കുട്ടികളും ടീച്ചർക്ക് ഓരോരോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാവരും നല്ല മനോഹരമായിരിക്കുന്ന വർണ്ണശബളമായിരിക്കുന്ന പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഗിഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ലാബിലൊക്കെ ഒട്ടിച്ച് ബ്യൂട്ടിഫുള്ളായി കൊണ്ടുവന്നുവെങ്കിൽ ഇവൻ വളരെ ഒരു എന്താ പറയുക, നമ്മുടെ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന പോലതായിട്ടുള്ള ഒരു ബ്രൗൺ കളറുള്ളതായിട്ടുള്ള ഒരു കവറിലാണ് അവനാലാകുന്ന വിധം അവനത് പാക്ക് ചെയ്തിട്ടുണ്ട്, ഭംഗിയായി കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഗിഫ്റ്റ് കൊടുത്തു. അവൻ്റെ ഗിഫ്റ്റ് കണ്ടപ്പോൾ കൂട്ടുകാരൊക്കെ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. കാരണം അവൻ്റെ അച്ഛന്, അമ്മ പോയി, പക്ഷേ അച്ഛന് അവൻ്റെ യാതൊരു കാര്യത്തിലും യാതൊരു താല്പര്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവൻ സ്വന്തമായി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന പാക്ക് കണ്ടപ്പോഴേ ടീച്ചർക്ക് മനസ്സിലായി. എല്ലാവരും ചിരിക്കുമ്പോൾ അവൻ ടീച്ചർ ആദ്യം തന്നെ ടെഡ്ഡിയുടെ ഗിഫ്റ്റ് എടുത്ത് പൊളിച്ചു നോക്കി എന്താ അവൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. ഒരു ചുവന്ന കല്ല് പതിപ്പിച്ചതായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റും പകുതി ഉപയോഗിച്ച് പകുതിയായി പോയതായിട്ടുള്ള ഒരു സ്പ്രേയുമാണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആ കൊണ്ടുവന്ന് അവനെ ഗിഫ്റ്റ് കണ്ടപ്പോൾ മറ്റു കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഉടനെ ടീച്ചർ ആ ബ്രേസ്ലെറ്റ് എടുത്തിട്ട്, ഓ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റാണിത്, എൻ്റെ കൈക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈയും അത് കെട്ടുകയും ആ സ്പ്രേ എടുത്ത് സ്വന്തം ബോഡിയിൽ അടിക്കുകയും ചെയ്തു. അന്ന് അവൻ വളരെയധികം സന്തോഷം നിറഞ്ഞ മുഖത്തോട് കൂടിയിട്ട് അവൻ്റെ വീട്ടിൽ പോയി.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ടീച്ചറുടെ റൂമിൻ്റെ മുന്നിൽ ഒരു ചെറിയ നോട്ട് കിട്ടി, ടീച്ചർ എനിക്ക് ഇന്ന് ടീച്ചർ എൻ്റെ അമ്മയായി തന്നെ തോന്നിപ്പോയി എന്ന്. അത് കഴിഞ്ഞ ശേഷം അവൻ്റെ അടുത്തുള്ള ഓരോ കാര്യത്തിലും കുറച്ചും കൂടെ നന്നായിട്ട് ആ കുട്ടിയെ കെയർ ചെയ്യാൻ തുടങ്ങി. എത്ര കൂടുതൽ ടീച്ചർ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടോ അത്രയും അവൻ നന്നായി മുന്നോട്ട് വരാൻ തുടങ്ങി. 5ാം ക്ലാസ്സിൻ്റെ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും വീണ്ടും അവൻ ക്ലാസ്സിൽ 1ാം റാങ്കുകാരനായിട്ട് മാറി. അത് കഴിഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞ് ആ വർഷത്തിൻ്റെ എൻഡിൽ ടീച്ചർക്ക് അവനൊരു ലെറ്റർ കൊടുത്തു അവസാനത്തിൽ, ടീച്ചർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട എൻ്റെ ഏറ്റവും നല്ല ടീച്ചർ നിങ്ങളാണ് എന്ന്. വർഷം 4 കഴിഞ്ഞു, അവൻ്റെ 10ാം ക്ലാസ് പാസ്സായി അവൻ പുറത്തിറങ്ങുമ്പോൾ അവൻ ടീച്ചർക്കൊരു ലെറ്റർ അയച്ചു, ടീച്ചർ ഞാൻ ഇന്ന് ഹൈസ്കൂളിലെ നമ്പർ 3 ഉള്ളതായിട്ടുള്ള സ്റ്റുഡൻസിൽ ഒരാളായിക്കൊണ്ട് ഞാനും ഈ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആവുകയാണ്, പക്ഷേ ഇന്ന് വരെ ഞാൻ കണ്ടതിലെ ഏറ്റവും നല്ല ടീച്ചർ അങ്ങ് തന്നെയാണ് എന്ന്. അത് കഴിഞ്ഞ ശേഷം കുട്ടി കോളേജിൽ പോയി പഠനം കഴിഞ്ഞു. ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ എഗെയിൻ ടീച്ചർക്കൊരു മെസ്സേജ് വന്നു, ടീച്ചർ ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു, ഞാൻ എൻ്റെ അടുത്ത കോഴ്സിന് വേണ്ടിയുള്ള യാത്രയിലാണ് ടീച്ചർ, ഇന്ന് വരെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ടീച്ചർ അങ്ങ് തന്നെയാണ്. കുറച്ചു കാലം കഴിഞ്ഞു ടീച്ചർക്ക് വേറൊരു ലെറ്റർ വന്നു, ഞാൻ ടീച്ചർ ഇന്ന് ഒരു ഡോക്ടറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും നല്ല ടീച്ചർ അങ്ങ് തന്നെയാണ്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസം വന്നപ്പോൾ വീണ്ടും ഒരു ലെറ്റർ വന്നു, ടീച്ചർ ഞാൻ എൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ്, എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ടീച്ചർ വരുമോ എന്ന്. ടീച്ചർ അന്ന് അവൻ്റെ അടുത്ത് തീർച്ചയായും ഞാൻ വരാമെന്ന് പറയും. അപ്പോഴേക്കും ടീച്ചർക്ക് ഒരുപാട് വയസ്സായി. അവന് കൊടുത്തതായിട്ടുള്ള അതേ ബ്രേസ്ലെറ്റ് കയ്യിലിട്ടുകൊണ്ട് അവൻ്റെ അമ്മയുടെ സ്പ്രേയുടെ സെയിം സ്പ്രേ അടിച്ചുകൊണ്ട് അവൻ്റെ കല്യാണത്തിന് ചെന്നു. അന്ന് കണ്ടപ്പോൾ അവൻ ആ ടീച്ചറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി, പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ മിസ്സിങ് പോർഷൻ എല്ലാം ടീച്ചർ നിറവേറ്റി തന്നു, ടീച്ചറാണ് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് എന്ന്. അപ്പോൾ ടീച്ചർ സന്തോഷം നിറഞ്ഞ കണ്ണുകളോട് പറയും, മോനെ അങ്ങനെയല്ല, ഒരു നല്ല ടീച്ചർക്ക് നല്ല മനുഷ്യനെ വാർത്തെടുക്കണം എന്ന ബോധം എന്നിൽ ഉണ്ടാക്കിയത് നീയാണ് എന്ന് പറയും. അത്തരത്തിൽ ജീവിതത്തിൽ ഒരു പക്ഷേ എന്നിട്ട് മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യം വരുമ്പോൾ എന്തുകൊണ്ട് അവർ മോശമായി പെരുമാറുന്നു, എന്തുകൊണ്ടാണ് ഒരു കുട്ടിയുടെ പെർഫോമൻസ് മോശമാവുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മോശമെന്ന് നമ്മൾ മുദ്ര കുത്തുന്ന ഒരുപാട് ആളുകൾ സാഹചര്യങ്ങൾ കൊണ്ട് വീണുപോയവരോ അവരുടെ ജീവിതത്തിലെ സങ്കടം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കല്ലുപോലുള്ള മനസ്സായി പോയവരായിരിക്കും. അവരുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് അവരെ അറിയാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്നും നല്ല മനുഷ്യനെ ഉണർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു കാണുന്നവരിലെല്ലാം നന്മയെ ഉണർത്തുന്ന ഒരു നല്ല ജീവിതം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.